ഈ കെ ടി ജലീലിനെതിരെയുള്ള ഒരു തെളിവോടുകൂടിയ ആരോപണം അതിപ്പോഴും മിസ്സിംഗ് ആണ്. രാജ്യദ്രോഹ കുറ്റത്തിനാണ് NIA കേസെടുക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ ആ രാജ്യദ്രോഹ കുറ്റം ഏതെങ്കിലും തരത്തിൽ ഇതിൽ കെ ടി ജലീലിനെ ബന്ധിപ്പിക്കാവുന്ന കേസ് മതഗ്രന്ഥം കൊണ്ടുവന്ന കേസാണ്. ആ മതഗ്രന്ഥം കൊണ്ടുവന്ന പ്രോട്ടോകോൾ ലംഘനത്തിന്റെ ആദ്യത്തെ പ്രതി നിർഭാഗ്യവശാൽ കെ ടി ജലീലല്ല, അത് കൗൺസിലർ ജനറലാണ്. കൗൺസിലർ ജനറലിന്റെ ഓഫീസാണ്. മാർച്ച് മാസം 4-ാം തീയതി എത്തുന്ന മതഗ്രന്ഥങ്ങൾ കെ ടി ജലീലിന്റെ സിയാപ്റ്റ് ഓഫീസിൽ എത്തുന്നത് മെയ് മാസം 27-ാം തീയതിയാണ്. 23 ദിവസം കഴിഞ്ഞതിന് ശേഷം, ഒരു മാസവും 23 ദിവസം കഴിഞ്ഞതിനു ശേഷം കെ ടി ജലീലിന്റെ കയ്യിലെത്തുന്ന പുസ്തകത്തിന് കെ ടി ജലീൽ കണക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. കൗൺസിലർ ജനറൽ ആയിരിക്കണം രാജ്യദ്രോഹത്തിന്റെ നമ്പർ 1 പ്രതി. ആ കൗൺസിലർ ജനറൽ എവിടെ? അങ്ങ് വിദേശത്ത് പോയി. അപ്പോൾ ഈ കേസ് നടക്കാത്തതാണെന്നറിയാം. പിന്നെ ഇതൊന്ന് പേടിപ്പിച്ചു വിടണം. നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഉണ്ടയില്ല വെടിവെച്ച് ഹെഡ്ലൈൻ മാനേജ് ചെയ്ത് ദിവസങ്ങൾ ഇങ്ങനെ പുകമറയിൽ നിർത്തി ഈ കെ ടി ജലീലിനെ പോലുള്ളവരെ തിരിച്ച് നിങ്ങൾ ഹീറോ ആക്കാൻ ശ്രമിക്കുന്നു. തിരിച്ചിറങ്ങുന്ന കെ ടി ജലീൽ ഇരട്ടിക്കരുത്തോടുകൂടിയായിരിക്കും വരുന്നത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അല്ലാതെ ഇരട്ടച്ചങ്കല്ലേ, ഇരട്ടച്ചങ്കന്റെ കൂടെയല്ലേ? അപ്പൊ ആ രണ്ട് ചങ്കിന്റെയും ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ അരുണ്? ഇഡിയുടെ ഇടി കൊണ്ട് രണ്ട് ചങ്കൻ തകർന്നിരിക്കുക. അതുകൊണ്ട് ഇരട്ട ശക്തിയോടുകൂടി വരുമെന്നല്ലേ പറയുന്നത്. വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. പക്ഷെ അതല്ല പ്രശ്നം. നിങ്ങൾ പറയുന്നതല്ല, അത്ര നിസ്സാരമല്ല. ജലീൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ജലീൽ സമ്മതിച്ചു കഴിഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് അന്വേഷണം ഞാനൊന്ന് പറയട്ടെ. അല്ല, എവിടെ സമ്മതിച്ചു? പറയട്ടെ. അല്ല, അങ്ങ് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അത് പബ്ലിക്കിന് മുന്നിൽ സമ്മതിച്ചു തെറ്റിദ്ധരിക്കും. ഏത് ഏജൻസിയുടെ മുന്നിൽ സമ്മതിച്ചു? അല്ല, ഞാൻ പറയാം, തുറന്നങ്ങ് പറയാം. ജലീൽ രാജിവെക്കണമെന്ന് BJP മുന്നോട്ട് വച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഒന്ന്, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ NIA ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു മന്ത്രി. ഒന്ന്, ED അന്വേഷിക്കുന്ന ഒരു മന്ത്രി. രണ്ട്, മൂന്നാമത്തത് ജലീൽ തന്നെ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നു. പ്രോട്ടോകോൾ ലംഘനം നടത്തിയതിന് NIA ചോദ്യം ചെയ്യില്ലെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രോട്ടോകോൾ ലംഘനമാണെങ്കിൽ അത് വിദേശകാര്യ മന്ത്രാലയം വരട്ടെ. അരുൺ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കൂ. ഞാൻ NIA ചോദ്യം ചെയ്ത കാര്യമോ ED ചോദ്യം ചെയ്ത കാര്യമോ അല്ല പറയുന്നത്. NIA ചോദ്യം ചെയ്ത കാര്യം നമുക്കിപ്പോ പറയാൻ പറ്റില്ല. NIAയുടെ മുമ്പിൽ ഒരു മന്ത്രി ചോദ്യം ചെയ്യാൻ വേണ്ടി 6.5 മണിക്കൂർ ഇരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന് നാണക്കേടാണ്. അതുകൊണ്ട് ധാർമ്മികമായി രാജിവെക്കണം. അതാണ് ആ പോയിന്റ്. EDയുടെ മുന്നിൽ പോയി മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കുറ്റവാളിയായിട്ട് EDയുടെ മുന്നിൽ പോയി ഇരിക്കുന്ന ഒരു മന്ത്രിയെ കേരളത്തിന് അപമാനമാണ്. അതുകൊണ്ട് ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണം. തേർഡ് പോയിന്റാണ് ഞാൻ പറഞ്ഞത്. തേർഡ് പോയിന്റ്, മന്ത്രി ഓൾറെഡി ഒരു കുറ്റം ചെയ്തിരിക്കുന്നു. അപ്പൊ അതെന്താണ് ആ കുറ്റം? ആ കുറ്റം പ്രോട്ടോകോൾ ലംഘനമാണ്. 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെടാൻ പറ്റാവുന്ന കേസാണ്. ഈയിടെയായി താങ്കളുടെ പാർട്ടിയിലെ മന്ത്രിയുടെ പ്രസ്താവനകൾ ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നുന്നു. വി മുരളീധരൻ ഈ പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പ്രോട്ടോകോൾ ലംഘനത്തിന് കേസെടുക്കാൻ കഴിയില്ല, അങ്ങനെ കേസെടുത്ത് ചരിത്രവുമില്ല. വേണ്ടി വന്നാൽ ഒരു നിർദ്ദേശം കൊടുക്കാം, ആവർത്തിക്കരുതെന്നൊരു മെമ്മോ കൊടുക്കാം. അതിനപ്പുറം ചെയ്തിട്ടില്ല സാർ. അങ്ങ് പറയൂ, പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിൽ രാജിവെച്ച ഒരു മന്ത്രിയുടെ പേര്, പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ പേര് അങ്ങ് പറയൂ, ഞാൻ സമ്മതിക്കാം. പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിൽ ആരും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവില്ല. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് FCRA നിയമം അനുസരിച്ചായാലും FEMA നിയമം അനുസരിച്ചായാലും ആ നിയമം അനുസരിച്ച് ഹൈക്കോടതിയിലോ അതല്ലെങ്കിൽ പ്രോട്ടോകോൾ FCRA തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. നമ്മൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രോട്ടോകോൾ വേറെ, FCR വേറെ, മണി ലെൻഡിംഗ് ആക്ട് വേറെ. മൂന്നാണ് സാർ. ഞാനൊന്ന് പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയിൽ കയറി പറയുന്നത് കൊണ്ടാണ് പറയുന്നത്. ഇല്ല, ഞാനൊന്ന് പറഞ്ഞുതരാം. പ്രോട്ടോകോൾ ലംഘനം എന്ന് പറയുന്നതും FCRAയുടെ നയതന്ത്ര വിദേശ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട നിയമവുമായി ബന്ധപ്പെട്ടത്. വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധം വരുന്നത് FCRA പൂർണ്ണമായി ബന്ധപ്പെട്ടിരിക്കുന്ന ധനകാര്യ വകുപ്പിന് കീഴിലല്ലേ? അല്ല, ഒരു മിനിറ്റ്. ഒരു രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം, ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ഉണ്ടാവുന്നു എങ്കിൽ ആ ഇടപെടലുകൾ സ്വാഭാവികമായും വിദേശ മന്ത്രാലയത്തിന്റെയും ധനമന്ത്രാലയത്തിന്റെയും അതുപോലെ തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ FIR എന്ന് പറയുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ അല്ല. അത് ധനമന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ ലംഘനത്തിന്റെ ഭാഗമായി വരുന്നത് മന്ത്രാലയത്തിന്റെയാണ്. ഞാനൊന്ന് വരട്ടെ. പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്ന് ഈ ജലീൽ സമ്മതിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം സ്വയം പറഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ചാനലിൽ തന്നെ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല.